കാര്യം ഞാനൊരു നൈറ്റ് പേഴ്സൺ ആണെങ്കിലും പുസ്തകം തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറക്കം വരുന്ന പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? എങ്കിൽ അതിനൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ കണ്ടെത്തിയാലോ? നൈറ്റ് പേഴ്സൺസ് ഫേസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് രാത്രി പുസ്തകം എടുക്കുമ്പോൾ ആ ഉറക്കം വരുന്ന ആ സ്ലീപ്പിനെസ് തന്നെയാണ്. പിന്നെ ഒരെണ്ണെന്ന് പറയുന്നതാണ് നമ്മുടെ വിശപ്പ്. അല്ലെ, രാത്രി സമയത്ത് നമ്മൾ പഠിക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും. കാര്യം ഡിന്നറൊക്കെ കഴിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവാം, എന്നാലും വിശപ്പായിരിക്കും. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് എങ്ങനെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം? മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. രാത്രി പുസ്തകം തുറന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഉറക്കം വരുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾ ആ സമയത്ത് ആരെങ്കിലും ഗെയിം കളിക്കാനായിട്ട് വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഫോണിൽ വരെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തിരിക്കാനാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ലാസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അപ്പൊ ഉറക്കം വരുന്നുണ്ടോ? അത് നമ്മുടെ ബ്രെയിനിന്റെ കളിയാണ് അല്ലെ. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഉറക്കം അങ്ങ് മാറിപ്പോകുന്നുണ്ട്. പക്ഷെ പഠിക്കാനായിട്ട് ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. സോ എന്ത് ചെയ്യുന്നു? നമുക്ക് ഉറക്കം വരുന്നു. അപ്പോൾ ശരിക്കും ആക്ച്വലി ഇവിടെ എന്താ നടക്കുന്നത്? രാത്രി ഇപ്പൊ നമ്മുടെ കയ്യിൽ പഠിക്കാനായിട്ട് 3 മണിക്കൂർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 3 മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സബ്ജക്ട് എഴുതി പഠിച്ചു. വേറൊരാള് ഈ 3 സബ്ജക്ട് കൊണ്ട് 3 സബ്ജക്ട് പഠിച്ചു. അതായത് 3 ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട് ആണ് ഓരോ മണിക്കൂറിലും പഠിച്ചത്. ആര് പഠിച്ചതായിരിക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായിരിക്കാം? അഫ്കോഴ്സ് ആ 3 ഡിഫറെന്റ് സബ്ജക്ട് പഠിച്ചിട്ടുള്ള ആളുടെ ആയിരിക്കും. കാരണം എന്താണ്? 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കമൊക്കെ വരും. അതുപോലെ തന്നെ ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട് പഠിക്കുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. കാരണം ഒന്ന് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്ന അടുത്തൊരു സബ്ജക്റ്റാണ്. നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടി ഉണർന്നിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് പുതിയൊരു കാര്യം ചെയ്യുന്ന ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് ട്രൈ ചെയ്യാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആവുകയും നന്നായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ തലയിൽ കയറുകയും ചെയ്യും. ഇതാണ് അവിടുത്തെ ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് പഠിക്കാം. അതിനുശേഷം നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള സബ്ജക്ട് പഠിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ടൈപ്പിലുള്ള സബ്ജക്റ്റുകളും അടിപൊളിയായിട്ട് നമ്മുടെ ബ്രെയിനിൽ കയറ്റാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്തായാലും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ സബ്ജക്ട് സ്വിച്ച് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് ഒന്ന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ഉറക്കം വരുന്ന പരിപാടിക്ക് കുറെയൊക്കെ നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റും. ഇനി രാത്രി ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞ് പഠിക്കാനിരിക്കും നമുക്ക് എന്ത് വരും? പിന്നെയും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിശപ്പ് വരും അല്ലെ. ഈ ഒരു വിശപ്പ് വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും നൂഡിൽസ് കഴിക്കാൻ തോന്നും, ലേസ് കഴിക്കാൻ തോന്നും, അങ്ങനെ പലവിധ സ്നാക്ക് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ തോന്നും. അതൊന്നും നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. കാരണം ആ ഒരു സമയത്ത് നമ്മൾ ഇതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈജഷന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? അത്രയും വിശപ്പൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സ്റ്റഡി ഒക്കെ അവിടെ നിർത്തി പോയി കിടന്ന് അറിയിക്കോളും. ഇനി അതല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം കഴിക്കാം. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും നൈറ്റ് പേഴ്സൺസ് ആയിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പേഴ്സ് ആയിട്ട് മാറാനായിട്ട് സാധിക്കും.